തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കും പോൽ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, ഈ അടുത്ത് അസീസിയിലെ ഫ്രാൻസിസിനെയും വിശുദ്ധ ക്ലാരയെയും കുറിച്ചുള്ള ഒരു ഇംഗ്ലീഷ് സിനിമ കാണാനിടയായി. ചിത്രത്തിൻ്റെ പേര് ഫ്രാൻസിസ് ആൻഡ് ക്ലെയർ. ആ സിനിമ ആരംഭിക്കുന്നത് ഫ്രാൻസിസിൻ്റെ പിറകെ തൊട്ടടുത്ത് നടക്കുന്ന ക്ലാരയെ കാണിച്ചുകൊണ്ടാണ്. തിരിഞ്ഞു നിന്നുകൊണ്ട് ഫ്രാൻസിസ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ആർ യു ഫോളോയിങ് മൈ ഫുട് സ്റ്റെപ്സ്? അതിന് ക്ലാര പറയുന്ന മറുപടി ഇപ്രകാരമാണ്: ഡീപ്പ് മൊമെൻറ്റ്സ്. ആഴമായ ആ മൗനത്തെ, ആഴമായ നിശബ്ദതയാണ് ഞാൻ പിന്തുടരുന്നത് എന്ന ഒരു മറുപടി. പലപ്പോഴും നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു സവിശേഷത നമ്മൾ വലിയ കഴമ്പില്ലാതെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് കലഹിക്കുന്ന, ഒരുപാട് ചിതറിയ സ്വരങ്ങൾ മുഴങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. പലപ്പോഴും ആഴമില്ലാത്ത മനുഷ്യരായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറയൊക്കെ മാറിത്തുടങ്ങി. വലിയ കാമ്പില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കലഹിക്കുകയാണ്. തീർച്ചയായും ഇവിടെയാണ് മദർ തെരേസ പറയുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭാഷ അത് മൗനമാണ്. ഇത്തിരിയൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറേ കൂടെ ആഴത്തിലേക്ക് നീങ്ങാൻ, ഇത്തരം ഡീപ്പ് മൊമെൻറ്റ്സിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും വലിയ അർത്ഥമില്ലാത്ത ജീവിതങ്ങളായിട്ട് നമ്മുടേത് മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ക്രിയാത്മകമായതും ശാശ്വതമായതും സംഭവിക്കണമെങ്കിൽ ഇത്തിരിയൊക്കെ മൗനത്തിൻ്റെയും നിശബ്ദതയുടെയൊക്കെ വഴി തിരഞ്ഞെടുക്കേണ്ടതുണ്ടല്ലോ. ഏതെങ്കിലും ഒരു നല്ല പുസ്തകമാവട്ടെ, ഏതെങ്കിലും ഒരു നല്ല കവിതയോ നോവലോ, ഒരു ചിത്രമോ, ഒരു ചിത്രകാരൻ മെനയുന്നത്, വരച്ചെടുക്കുന്നത് ഏതോ ഒരു നിശബ്ദതയെ ധ്യാനിച്ചിട്ടാണ്. ഒരിക്കലും ശബ്ദകോലാഹലങ്ങളുടെ നടുവിലിരുന്നു കൊണ്ട് ഒരാൾക്കും ഒരു വേൾഡ് ക്ലാസിക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് സങ്കീർത്തകൻ പറയുന്നു, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഈ നിശബ്ദതയെ ധ്യാനിച്ചെടുക്കാൻ നമ്മൾ ഇനിയും താമസിച്ചുകൂടാ. അതുകൊണ്ട് നമുക്കും ഇത്തിരി കൂടെ ആഴമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കാം. ഇന്നേ ദിവസം കുറെ കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ മൗനവും നിശബ്ദതയും തേടി കടന്നു ചെല്ലാം. താങ്ക് യു.